ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ 5 സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ഐഡിയാസ് ആണ്. അപ്പോൾ നമ്പർ 1, ആദ്യത്തെ പോലൊരു വേവ് പാറ്റേൺ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ അടുത്തതും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 2 വേവ് ലൈൻസിലും ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക, ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വേവ് ലൈനിലെ ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ റെഡ് കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു ബോർഡർ ഡിസൈൻ. നമ്പർ 2, ആദ്യം ഇതുപോലെ വേവ് പാറ്റേൺ വരയ്ക്കുക. എന്നിട്ട് ഇതുപോലൊരു യെല്ലോ കളറിലും ലൈറ്റ് ബ്ലൂ കളറിലും സർക്കിൾ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ ഈ ഒരു ഡിസൈനും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫ്രണ്ട് പേജ് ഡിസൈൻ. നമ്പർ 3, നോർമൽ ഇതുപോലെ ബോർഡർ വരച്ചു കൊടുക്കുക. ബോർഡർ വരക്കുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിടണം വരക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഹാഫ് ഫ്ലവേഴ്സ് ബോർഡർ ലൈനിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം കളർ ചെയ്യുക. അകത്ത് യെല്ലോ കളർ, പിന്നെ ഫ്ലവേഴ്സിന് കളർ കൊടുക്കുമ്പോൾ അപ്പോൾ ആദ്യം വയലറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ പിന്നത്തെ റോസ് കളർ കൊടുക്കുക. അതുപോലെ വയലറ്റ്, റോസ് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഫ്രണ്ട് പേജ് ഡിസൈൻ. നമ്പർ 4, ആദ്യം ഇതുപോലൊരു വേവ് പാറ്റേൺ വരക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ അടുത്ത വേവ് പാറ്റേണും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വേവ് പാറ്റേണിൽ ഇതുപോലെ വരക്കുക. എന്നിട്ട് ബ്ലാക്ക് കളർ കൂടി ചെയ്യാം. അടുത്ത വേവ് പാറ്റേണിൽ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 പാറ്റേൺസിൽ സർക്കിൾസ് വരച്ചിട്ട് കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതാണ് നാലാമത്തെ ഫ്രണ്ട് പേജ് ഡിസൈൻ. നമ്പർ 5, ആദ്യത്തെ പോലെ ഒരു വേവ് പാറ്റേൺ വരക്കുക. എന്നിട്ട് ഇതുപോലൊരു ഡിസൈൻ കൂടി വരച്ചെടുക്കുക.
അതിനകത്തൊരു വയലറ്റ് കളർ കൂടി അടിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് 5ാമത്തെ ഫ്രണ്ട് പേജ് ഡിസൈൻ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.